ലോക മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ വിജയമായി മാറുകയാണ്. മറ്റു സിനിമകളിൽ നിന്നും ലോകയെ വ്യത്യസ്തമാക്കുന്നത് അതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് സിനിമയാണ് എന്നുള്ളതാണ്. മോളിവുഡിനെ സംബന്ധിച്ച് ഇതിൽ പരം മറ്റൊരു ഭാഗ്യം ലഭിക്കാനില്ല. കാരണം സൗത്തിലെ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നെല്ലാം 500 കോടിയും 1000 കോടിയും നേടുന്ന സിനിമകൾ ഉണ്ടാവും. എന്നാൽ മലയാളത്തിൽ നിന്ന് നമ്മൾക്ക് ഇന്നേ വരെ നേടാനായത് 250 കോടിയോളം മാത്രമാണ്. കണ്ടന്റ് വൈസ് മറ്റ് ഇൻഡസ്ട്രികളെക്കാൾ മുകളിൽ നിൽക്കുന്ന മോളിവുഡിന് അത്ര ഒരു വലിയ അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ ഹിറ്റ് പോലൊരു സിനിമ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ലോകയെ സംബന്ധിച്ച് നമ്മൾക്ക് അത് വലിയൊരു ചാൻസാണ്. കാരണം ചന്ദ്രയുടെ വിജയം ഇതിൻ്റെ അടുത്ത ഭാഗത്ത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൻ്റെ അടുത്ത സിനിമകളായി വരാനിരിക്കുന്ന ഒടിയൻ, അതുപോലെ ചാത്തൻ തുടങ്ങിയ പടങ്ങൾക്ക് വലിയ ഹൈപ്പാണ് വരുന്നത്. അതിൽ ചന്ദ്രയേക്കാൾ അപ്പുറത്തേക്ക് വലിയ കാസ്റ്റിംഗ് ഉണ്ടാവും. അതിൽ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ദുൽഖർ സൽമാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടി ഉൾപ്പെടെ അതിൽ ഭാഗമായിരിക്കും എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇനീഷ്യൽ ഉൾപ്പെടെ ഫൈനൽ നമ്പേഴ്സ് വരെ ഒരു മാജിക്കൽ ഫിഗർ നേടാൻ പറ്റുന്ന സിനിമകളായിരിക്കും ഇനി ലോക യൂണിവേഴ്സിൽ നിന്ന് വരാൻ പോവുക. ലോകയുടെ ആദ്യ പാട്ടിന്റെ വിജയം അതിന്റെ പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ ഫണ്ട് ഈ ഒരു യൂണിവേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന സിനിമകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ദുൽഖർ സൽമാനാണ് അതിന്റെ മുന്നണിയിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കൽ ടീമിനെയൊക്കെ ലോക യൂണിവേഴ്സിലെ സിനിമകൾക്ക് വേണ്ടി ലഭിക്കും. മമ്മൂക്ക കൂടെ അതിൻ്റെ ഒരു ഭാഗമാവുന്നതോടെ സിനിമയുടെ ഹൈപ്പും മറ്റു കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി ലോക യൂണിവേഴ്സിൽ നിന്ന് വരുന്ന സിനിമയ്ക്കായി. ആ സിനിമ സൃഷ്ടിക്കാൻ പോകുന്ന ഹൈപ്പിനും ആ സിനിമ സൃഷ്ടിക്കാൻ പോകുന്ന കളക്ഷൻ റെക്കോർഡുകൾക്കും വേണ്ടി മോളിവുഡ് ഒന്നാകെ കാത്തിരിക്കുകയാണ്. മലയാളത്തിന്റെ ഗെയിം ചേഞ്ചർ എന്ന് എല്ലാ അർത്ഥത്തിലും പറയാൻ പറ്റുന്ന സിനിമയാണ് ലോക യൂണിവേഴ്സിൽ നിന്ന് ഇനി വരാൻ പോകുന്നത്.